ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. അതുല്യമഹൽ സ്നേഹം എത്ര മനോഹരമേ അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോ വ്യക്തമായി കാലമെല്ലാം അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോ വ്യക്തമായി അതുല്യമഹൽ സ്നേഹം എത്ര മനോഹരമേ അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോ വ്യക്തമായി കാലമെല്ലാം. സിംഹാസനെ കണ്ണുകളുയർത്തുവാൻ ഞാനൊട്ടും യോഗ്യനല്ലേ അന്ന് ലോകത്തെ സ്നേഹിച്ചു ദൈവസ്വരം തള്ളി ദോഷത്തിലായി പോയി അന്ന് ലോകത്തെ സ്നേഹിച്ചു ദൈവസ്വരം തള്ളി ദോഷത്തിലായി പോയി ദൈവമേ നിന്റെ അതുല്യമഹൽ സ്നേഹം എത്ര മനോഹരമേ അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോ വ്യക്തമായി കാലമെല്ലാം
സാക്ഷിയായി കർത്തൻ വരവിങ്കൽ എന്നെയും നിർത്തണമേ. ദൈവമേ നിന്റെ അതുല്യ മഹൽ സ്നേഹം എത്ര മനോഹരമേ. അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോൾ വ്യക്തമായി കാലമെല്ലാം. അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോൾ വ്യക്തമായി കാലമെല്ലാം. ദൈവമേ നിന്റെ അതുല്യ മഹൽ സ്നേഹം എത്ര മനോഹരമേ. അതു രുചിച്ചറിഞ്ഞിടുവാൻ ഞാനേറെ വൈകിപ്പോൾ വ്യക്തമായി കാലമെല്ലാം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. മേലങ്കി എന്നു പേരുള്ള ഒരു പുസ്തകമുണ്ട്. നിങ്ങൾ കുറേ അധികം പേരെങ്കിലും വായിച്ച് കാണും. ദ റോപ്പ് എന്ന് ഇംഗ്ലീഷിൽ, മേലങ്കി എന്ന് മലയാളത്തിലുള്ള ഒരു പുസ്തകം. ലോയിഡ് ഡഗ്ലസിൻ്റെ ഒരു പുസ്തകമാണ്. അതൊരു നോവലാണ് വാസ്തവത്തിൽ. പക്ഷേ ചരിത്ര സത്യവും ചേർത്തുള്ളതായൊരു നോവലാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതായ ആ ദിവസം യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം പകുത്തെടുത്തു എന്നും മേലങ്കി ചീട്ടിട്ടെടുത്തെന്നെല്ലാം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ സംഭവത്തെ ആധാരമാക്കിയാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. എല്ലാ വർഷവും പലസ്തീൻ നാട്ടിൽ ഈ പെസഹ പെരുന്നാളിൻ്റെ നാളിൽ യെരുശലേമിലെ വലിയ ആൾക്കൂട്ടമാണ്. എല്ലാ വർഷവും അങ്ങനെയാണ്. അതുകൊണ്ട് അന്നത്തെ റോമൻ കൈസർ ആ ആഘോഷങ്ങൾക്ക് വേണ്ടി, ഫെസ്റ്റിവൽ സമയത്തേക്ക് വേണ്ടി യെരുശലേമിലേക്കൊരു പ്രത്യേക ഒരു മജിസ്ട്രേറ്റിനെ നിയമിക്കും. നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിച്ചതായ ആ വർഷം അവിടെ നിയമിക്കപ്പെട്ടതായ മജിസ്ട്രേറ്റ് മാർസിലസ് എന്നാണ് അയാളുടെ പേര് ആ നോവലിൽ കൊടുത്തിരിക്കുന്നത്. ഈ മേലങ്കിക്ക് വേണ്ടി ചീട്ടിട്ടപ്പോൾ ആ മേലങ്കി ഈ മജിസ്ട്രേറ്റിനാണ് കിട്ടിയത്. അദ്ദേഹം വിശ്വാസിയല്ല, ക്രിസ്ത്യാനിയല്ല, ഒന്നുമല്ല, പട്ടാളക്കാരനാണ്. അയാൾക്കാണ് ആ മേലങ്കി കിട്ടിയത്. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നെല്ലാമാണ് ആ നോവലിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യം. അദ്ദേഹം ഒരു റോമൻ പട്ടാളക്കാരനാണ്, മജിസ്ട്രേറ്റ് ആണെങ്കിലും അവസാനം അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി, രക്തസാക്ഷിയായിട്ടെല്ലാം ആയിത്തീർന്നതായി. അതാണ് ആ നോവലിൻ്റെ ആകത്തുക. വളരെ മനോഹരമായ പുസ്തകമാണ്. നിങ്ങൾക്കും അവസരം കിട്ടുമെങ്കിൽ ഇച്ചിരി വലിയ പുസ്തകമാണ്, വായിക്കുന്നത് വളരെ വിജ്ഞാനപ്രദമായിരിക്കും. അവിടെ കർത്താവിനെ ക്രൂശിക്കുന്ന കാലത്ത് റോമൻ ഗവർണർ തിബരിയോസ് കൈസറായിരുന്നു. തിബരിയോസ് കൈസർ പറഞ്ഞതായി ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നത്തിങ് ടു റെക്കമെൻഡ് ഹിം ആസ് എ ലീഡർ. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് ചക്രവർത്തിക്ക് എല്ലാ വിവരങ്ങളും അപ്പാപ്പോൾ ലഭിച്ചുകൊണ്ടിരുന്നു. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചക്രവർത്തി പറഞ്ഞു, അവനെ ഒരു ലീഡറാക്കാൻ കൊള്ളുകയില്ല. യേശുക്രിസ്തുവിനെ നത്തിങ് ടു റെക്കമെൻഡ് ഹിം ആസ് എ ലീഡർ. കാരണം അവന് ശിങ്കിടികളൊന്നുമില്ല, അവന് പട്ടാളക്കാരൊന്നുമില്ല, അഥവാ ശിങ്കിടികളൊന്നുമില്ല. രണ്ടാമത്, അവനൊരു കസേര വേണമെന്ന്, ത്രോൺ, സിംഹാസനം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മൂന്നാമത്, അവനൊരു പൊളിറ്റിക്കൽ ആസ്പിറേഷൻ ഇല്ല, എന്ന് വെച്ചാൽ ഒരു ലീഡറാകണം, എല്ലാവരുടെയും മുമ്പിലെത്തണമെന്നുള്ളതായ ഒരു താല്പര്യവുമില്ല. നാലാമതായിട്ട് അയാൾ പറഞ്ഞു, അവനൊരു ഓഫീസ് പോലുമില്ല, അവനൊരു വാളുമില്ല, അവനൊരു യുദ്ധവും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ
ലീഡറാക്കാൻ കൊള്ളുകയില്ല എന്ന് അന്നത്തെ റോമൻ കൈസർ പറഞ്ഞതായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വാസ്തവല്ലേ, ഒരു ലീഡറാകണം, സഭയുണ്ടെങ്കിൽ നല്ലതാണ്, ലീഡറാവണമെന്നൊക്കെ നല്ലതാണ്. ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ലീഡറാകണം. 5 പേരോ 6 പേരോ പാട്ടുകാരോ ഉള്ളെങ്കിൽ അതിലും എനിക്ക് ലീഡറാകണം. 10 പേരോ 12 പേരോ വോളണ്ടിയേഴ്സും ഉള്ളെങ്കിൽ അതിലെനിക്ക് ലീഡറാകണം. എവിടെയും എനിക്ക് ലീഡറാകണം. ആ മനസ്ഥിതിയുള്ള മനുഷ്യരുടെ ഇടയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും പ്രത്യേകം പറയാനില്ല. ലീഡറാകാൻ ഒരു താല്പര്യമില്ലാത്തവനായ ഒരു കർത്താവായ യേശുക്രിസ്തു, അവൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. നമുക്ക് വായിച്ചാൽ കാണാം, യോഹന്നാൻ 19:23. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം എടുത്തു, ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽതൊട്ട അടിയോളം മുഴുവനും നെയ്ത്തായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അക്കാലത്ത് അതായിരുന്നു, വസ്ത്രത്തിനെല്ലാം ദാരിദ്ര്യമുള്ള കാലമാണ്. കാലത്ത് ക്രൂശിൽ തൂക്കുന്നവർക്കുള്ള അവകാശമാണ് ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയുടെ വസ്ത്രം അവർക്ക് എടുക്കാം, അത് ഫ്രീ ആയിട്ട് എടുക്കാം. അവരെ ചീട്ടിട്ടു. യേശു മരിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ മുമ്പിൽ വെച്ച് അവർ വസ്ത്രമെല്ലാം ഉരിഞ്ഞ് മേലങ്കി ചീട്ടിട്ടെടുത്തു. എന്തിനാണിത്? ക്രൂശിക്കപ്പെട്ടവന് മുമ്പിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ക്രൂശിക്കപ്പെട്ടവനെ ഒന്നുകൂടെ മാനസികമായ പീഡിപ്പിക്കുകയും കൂടെ ചെയ്യുക. അങ്ങനെ വിവസ്ത്രനായിട്ട് പ്രവാചകനായി ദാവീദ് 22-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായവർ ചീട്ടിട്ടു എന്ന്. ദാവീദ് യേശു മരിക്കുന്നതിന് 1000 വർഷം മുമ്പ് എഴുതിയതാണ്. പക്ഷെ അന്ന് ദാവീദ് അറിയുന്നില്ല തൻ്റെ തലമുറയിൽ തനിക്ക് ശേഷം വരാൻ പോകുന്ന മിശിഹായെക്കുറിച്ചാണ് പറയുന്നതൊന്നും അവരറിയുന്നില്ല. കർത്താവിനെ നഗ്നനായി തൂക്കിയപ്പോൾ ജനത്തിന് ഒന്നും ചെയ്യാനില്ല, പ്രിയപ്പെട്ടവരെ. പക്ഷേ സൂര്യനത് കണ്ടു. നമ്മുടെ പിതാക്കന്മാർ മനോഹരമായിട്ട് ആ രംഗമെല്ലാം ഗീതങ്ങളായിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. നോഹയുടെ നഗ്നത കാണാതിരിക്കാനായിട്ട് നോഹയുടെ മക്കളായ ശേമും യാഫേത്തും പുറകോട്ട് നടന്ന് വസ്ത്രം കൊണ്ട് അപ്പൻ്റെ നഗ്നത മൂടിയതുപോലെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നഗ്നത കാണാതിരിക്കാനായിട്ട് സർപ്പം വസ്ത്രം റാഞ്ചുകയാൽ നിർഭനെ ചാർത്താൻ പകലിനുള്ളിൽ രാവ് കരേറി. ദുഃഖ വെള്ളിയാഴ്ച നമസ്കാരമാണ് ഞാൻ പറഞ്ഞത്. പകൽ സമയത്ത് രാത്രിയായി തീർന്നു. നഗ്നത പൂണ്ടോരുടയോനെ കണ്ടടിയാൻ സൂര്യൻ ഘോരാക്ഷേപം കാണായുവാൻ കണ്ണ് ചിമ്മി. നദിയും രതിയും വന്ദന ചൊല്ലി. സൂര്യനും ചന്ദ്രനും മുഖം പാടി നിന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ചു. 12 മണി മുതൽ 3 മണി വരെ സൂര്യൻ അസ്തമിച്ചു നിന്നു. എന്താ ഇതെല്ലാം കാണിക്കുന്നത്? ഈ വലിയവനായ ക്രിസ്തു, നമ്മുടെ രക്ഷകനായ ക്രിസ്തു, സൂര്യൻ ഇരുണ്ടു. പക്ഷേ മനുഷ്യരായി നാം പലപ്പോഴും ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിനെയോ ഈ ക്രിസ്തുവിൻ്റെ വിലയെയോ നാം മനസ്സിലാക്കുന്നില്ല. ആര് മരിച്ചു, ആർക്ക് വേണ്ടി മരിച്ചു, എന്തിനു വേണ്ടി മരിച്ചു, ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു, നാം അത്ര പോലും ഗൗരവമായി കാണാറില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ റോമൻ കൈസർ അവൻ ലീഡറല്ല എന്ന് പറഞ്ഞെങ്കിലും മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ഭാഗ്യവാന്മാരായ സഭാപിതാക്കന്മാർ അവരുടെ വീടും അവരുടെ നാടും വിട്ട് അവർ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി. എത്രയോ സുവിശേഷ തൽപരരായ ആളുകൾ, എത്രയോ സുവിശേഷകന്മാർ, ഡേവിഡ് ലിവിങ്സ്റ്റൺ, വില്യം കേറി, അല്ലെങ്കിൽ ജോർജ് വൈറ്റ്ഫീൽഡ്സ് ഓർ ജോൺ വെസ്ലി, ജിം മിലിയറ്റ് മുതലായ എത്രയോ ദൈവമക്കൾ അവരുടെ വീടും ചുറ്റുപാടും സാഹചര്യവും വിട്ട് അവർ ഈ കർത്താവിന് വേണ്ടി ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വിലയും അവന് കൊടുത്തില്ലെങ്കിലും എത്രയോ പേർ
ഈ യേശുവിന് വേണ്ടി ഓടി. എത്രയോ യുവാക്കന്മാർ, എത്രയോ യുവതികൾ കാലാകാലങ്ങളിൽ ഓടി. പ്രിയപ്പെട്ടവരെ, ഏതാനും വർഷം മുമ്പ് നിങ്ങൾ കണ്ടല്ലോ, ടി വിയിൽ കണ്ടു കാണും, ഈജിപ്തിൽ കോപ്റ്റിക് സഭയിലെ 21 പേരെ ഒരു ഭീകര സംഘടന പിടിച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല എങ്കിൽ അവരുടെ കഴുത്തറുക്കുമെന്ന് പറഞ്ഞു. ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ അവർ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട സംഭവം. പ്രിയപ്പെട്ടവരെ, കാരണം അവൻ വലിയവനാണ്, അവൻ ഉന്നതനാണ്, അവൻ ശ്രേഷ്ഠനാണ്. എന്തുകൊണ്ടാണ് ഈ പിതാക്കന്മാർ, എന്തുകൊണ്ടാണ് ഈ സഭയുടെ ഭാഗ്യവാന്മാരായ പിതാക്കന്മാർ, എന്തുകൊണ്ടാണ് ഈ മിഷണറി വീരന്മാരെല്ലാം, അവരെല്ലാം ഉയരോടെ എഴുന്നേൽക്കാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, അവരെ പ്രചോദിപ്പിച്ചതാരാണ്? അവരെ ആവേശം കൊടുത്തതാരാണ്? അവരെ അതിന് ഉത്സാഹമുള്ളവരാക്കിയത് ആരാണ്? അവർക്ക് കാണാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് നോക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് പ്രസംഗിക്കാൻ ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് ആശ്രയിപ്പാൻ ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നിൽക്കുന്ന സഭയിലേക്ക് അവർ നോക്കിയില്ല, അവരവരുടെ സാഹചര്യത്തിലേക്ക് നോക്കിയില്ല, അവർ ചേർന്ന് നിന്ന സംഘങ്ങളിലേക്ക് അവർ നോക്കിയില്ല. അവർ നോക്കിയത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ. ക്രൂശിന്മേൽ തലചായിച്ചവൻ പല ഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹോദരന്മാർ ഓടിയെന്ന് പാടി. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശ് ഇന്നുമില്ലേ? ആ ക്രൂശിലേക്ക് നോക്കിയാൽ ഇന്നത്തെ പിതാക്കന്മാർക്കും ആ ആവേശം കിട്ടില്ലേ? ആ ക്രൂശ് ഇന്നുമില്ലേ? ആ ക്രൂശിലേക്ക് നോക്കിയാൽ ഇന്ന് സുവിശേഷം പറയുന്ന എനിക്കും സുവിശേഷം പറയുന്ന നിങ്ങൾക്കും കൂട്ടായ്മ കൂടുന്ന എനിക്കും നിങ്ങൾക്കും ആ പിതാക്കന്മാർക്ക്, ആ മിഷണന്മാർക്ക് കിട്ടിയതായ ആത്മാവിൻ്റെ വീര്യം ഇന്നും കിട്ടുകയില്ലേ? അവരെല്ലാം ക്രൂശിലേക്ക് മാത്രമല്ലേ നോക്കിയുള്ളൂ. ആ ക്രൂശിലേക്ക് നോക്കിയവർക്ക് കിട്ടിയതെല്ലാം ഈ തലമുറയിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും കിട്ടൂലേ? 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്ക് കിട്ടിയത് 10-ാം നൂറ്റാണ്ടിലെയോ 12-ലെയോ 16-ാം നൂറ്റാണ്ടിലെയോ 18-ാം നൂറ്റാണ്ടിലെയോ വിശുദ്ധന്മാർക്കും തീഷ്ണതയുള്ള ദൈവകാലക്കാർക്കും കിട്ടിയതായ ആത്മാവിൻ്റെ സമർപ്പണം, ആ ക്രൂശിനെ ഉയർത്തുവാനുള്ള ആത്മാവിൻ്റെ ജ്വാല എനിക്കും നിങ്ങൾക്കും കിട്ടുകയില്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്കും അത് സാധ്യമല്ലേ? എന്തുകൊണ്ടുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നോട്ടം മാറിപ്പോകുന്നു, കണ്ണ് മാറിപ്പോകുന്നു, ശ്രദ്ധ മാറിപ്പോകുന്നു, ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുന്നു. സഭകളിലേക്ക് നോക്കുന്നു, കൂട്ടായ്മകളിലേക്ക് നോക്കുന്നു, മനുഷ്യരിലേക്ക് നോക്കുന്നു. ക്രിസ്തുവിലേക്ക് നോക്കാത്തത് കൊണ്ട് നമുക്ക് കിട്ടേണ്ടതായ ആത്മാവിൻ്റെ ചൈതന്യം കിട്ടാതെ പോകുന്നു. വൈദ്യശാസ്ത്രം പറഞ്ഞു മനുഷ്യൻ്റെ അസ്ഥിയുടെ ഉള്ളിൽ മജ്ജയുണ്ട്, രക്തമുണ്ട് എന്ന്. എന്നാൽ പ്രവാചകനായ യിരെമ്യാവ് പറഞ്ഞു 2 കാര്യമല്ല 3 കാര്യമുണ്ടെന്ന്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം നമുക്ക് വായിച്ച് നോക്കാം. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്നു, എനിക്ക് വഹിയാതെയായി. സർവത്ര ഭീതി, ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പിൻ, ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ചു, അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം. പക്ഷേ അവനെ വശത്താക്കാമെന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. പ്രിയപ്പെട്ടവരെ, തകർക്കാൻ ധാരാളം പേരുണ്ട്. എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? പ്രവാചകൻ പറയുകയാണ്, മനുഷ്യൻ്റെ അസ്ഥിയുടെ ഉള്ളിൽ, എൻ്റെയും നിങ്ങളുടെയും അസ്ഥിയുടെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ മജ്ജയുണ്ട്. ആ മജ്ജയിലാണ് രക്തമുണ്ടാക്കുന്നത്. എന്നാൽ ആ രക്തവും ആ മജ്ജയും മാത്രമല്ല, അവിടെ മറ്റൊന്നുകൂടെ അവിടെ ചെല്ലണം. അവിടെ സുവിശേഷം ചെല്ലണം, അവിടെ ദൈവത്തിൻ്റെ വചനം ചെല്ലണം. പ്രവാചകൻ പറയുകയാണ്, എൻ്റെ മജ്ജയിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ മജ്ജയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും, എന്നെ തകർക്കുമെന്ന് പറഞ്ഞാലും, എന്നെ പരിഹസിക്കുമെന്ന് പറഞ്ഞാലും, എന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, എനിക്കത് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. കാരണം എൻ്റെ അസ്ഥിയിൽ അടക്കപ്പെട്ടതാണ് സുവിശേഷം. ഈ വചനം കേൾക്കുന്ന എത്ര പേരുടെ അസ്ഥിയുടെ ഉള്ളിൽ യേശുവിൻ്റെ സുവിശേഷമുണ്ട്? എൻ്റെ ഉള്ളിലുണ്ടോ? വചനം പറയുന്ന എൻ്റെ ഉള്ളിലുണ്ടോ? അതോ ഏതെങ്കിലും സംഘടനയിലാണോ? ഏതെങ്കിലും വ്യക്തിയിലാണോ? ഏതെങ്കിലും ദേവാലയത്തിലാണോ? ഏതെങ്കിലും സഭയിലാണോ? അസ്ഥിയുടെ ഉള്ളിൽ സുവിശേഷമുള്ള ദൈവമക്കളാണ് ആത്മാവിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾ. അവരിൽ കൂടിയേ ദൈവമഹത്വം എടുക്കുകയുള്ളൂ. നിങ്ങൾ ആരെ പ്രസംഗിക്കുന്നു? നിങ്ങൾ ആരെ വിളമ്പിക്കൊടുക്കുന്നു? നിങ്ങളെ ഭരിക്കുന്നതാര്? നിങ്ങളെ നിയന്ത്രിക്കുന്നതാര്? നമുക്ക് നോക്കാൻ എവിടെയാണുള്ളത്? നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് നാം വിശ്വസിക്കേണ്ടത്?
ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനെ നിങ്ങൾ ആശ്രയിച്ചാൽ, അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ചേർന്നാൽ, അവൻ നിങ്ങളുടെ അസ്ഥികളിൽ ആ വചനം ഉണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയവരാകും, നിങ്ങൾ മാന്യരാകും, നിങ്ങൾ ദൈവമുമ്പാകെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വിലയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തനിയെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അവൻ പഠിപ്പിച്ചത് നിങ്ങൾ തനിയെ പ്രാർത്ഥിക്കുന്നവരാകുവിനെന്നാണ്. നിങ്ങൾ തനിയെ പ്രാർത്ഥിക്കുന്നവരാകുവിനെന്നാണ്. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവിനെന്നല്ല പഠിപ്പിച്ചത്, നിങ്ങൾ തനിയെ പ്രാർത്ഥിക്കുന്നവരാകുവീൻ. എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തനിയെ പ്രാർത്ഥിക്കുന്നവരാകണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെന്താ പറയാൻ? ഈ അടുത്ത കാലത്ത് ഒരു വലിയ സഭയുടെ ഒരു പിതാവ് മരിച്ചു. അദ്ദേഹം മരണസമയത്ത് പറഞ്ഞതായിട്ട് മീഡിയയിലെല്ലാം വരികയുണ്ടായി. അദ്ദേഹം ഒന്നേ പറഞ്ഞുള്ളൂ, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതല്ലാതെ ആ വലിയ സഭാപിതാവിന് സഭയെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചോ ഒന്നും പറയാനുണ്ടായില്ല. പറയാനുള്ള ഒരേ ഒരു ആളേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമ്മളും ഈ യേശുവിൻ്റെ മക്കളാകണം. നമ്മളും ഈ യേശുവിനെ മുറുകെ പിടിക്കുന്നവരാകണം. നമ്മുടെ നോട്ടം യേശു ക്രിസ്തുവിലായിത്തീരണം. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അസ്ഥികളിൽ അടക്കപ്പെടണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ വചനം എൻ്റെ സിരകളിൽ മാത്രം പോരാ, എൻ്റെ അസ്ഥിയുടെ ഉള്ളിലേക്ക് തന്നിട്ട് ആവശ്യാനുസരണം എൻ്റെ മക്കളോട്, എൻ്റെ തലമുറയോട്, എൻ്റെ പങ്കാളിയോട്, എൻ്റെ മാതാപിതാക്കന്മാരോട്, എൻ്റെ ചാർച്ചക്കാരോട്, ഞാൻ കണ്ടുമുട്ടുന്നവരോട് തക്ക സമയത്ത് പറയുവാൻ തക്കവണ്ണം, വേഗത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം, രുചിയുള്ള വാക്കുകളിലൂടെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, കർത്താവെ എന്നെ ഒരു സുവിശേഷകനാക്കണമേ, എൻ്റെ തലമുറയെ സുവിശേഷമുള്ളവരാക്കണമേ, എൻ്റെ തലമുറയെ സുവിശേഷകന്മാരാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം കർത്താവായ യേശുവിൻ്റെ സുവിശേഷം നമ്മുടെ തലമുറയിൽ അസ്തമിച്ചു പോകാൻ പാടില്ല, നമ്മുടെ തലമുറ കൊണ്ട് തീർന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ധാരാളം സുവിശേഷകന്മാരുണ്ടാകണം, ധാരാളം ദൈവവേലക്കാരുണ്ടാകണം, ധാരാളം ദൈവവചനം പറയുന്ന ആളുകളുണ്ടാകണം. നിസ്സാരനായി ഞാനൊക്കെ ഇവിടെ കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട ഹൊനൻ സാറ് വചനം പറയിച്ചു, വചനം പറയാൻ പഠിപ്പിച്ചു, വചനം പറയാൻ പരിശീലിപ്പിച്ചു. വചനം എന്തെന്ന് ഞാൻ പഠിച്ചു. ദൈവമക്കളെ, അതുകൊണ്ടല്ലേ ഇന്ന് ഞാൻ പറയുന്നത്, ദൈവമക്കളെ, കാലം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ ഉണ്ടാകണം, നിങ്ങളുടെ മക്കൾ എഴുന്നേറ്റ് നിൽക്കണം. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അസ്ഥികളിൽ സുവിശേഷം കടന്നു വരണം. അതിനായി നിങ്ങൾ സമർപ്പണമുള്ളവരായിരിക്കണം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിലെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ എന്താണ്? ക്രിസ്തുയേശുവിനുള്ളവൻ്റെ പ്രത്യേകത. ക്രിസ്തുയേശുവിനുള്ളവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ രണ്ട് പ്രത്യേകതയാണുള്ളത്. ഒന്നാമത്, അവർ സ്വന്തം പാപത്തെ കൊല്ലുന്നവരായിരിക്കും. അവർ മറ്റൊരുത്തൻ്റെ നാവിനെയോ വാക്കിനെയോ അല്ല, അവരവരുടെ സ്വന്തം പാപത്തെ കൊല്ലുന്നവനായിരിക്കും. എൻ്റെ പാപത്തെ ഞാൻ കൊല്ലുന്നവനാകണം. എൻ്റെ പാപത്തെ ഞാൻ തന്നെയാണ് ക്രൂശിക്കണം. ഞാൻ എൻ്റെ പാപത്തെ കൊല്ലുന്നവനാകണം. എൻ്റെ പാപം എന്നിൽ വളരാൻ ഞാൻ സമ്മതിക്കരുത്. എൻ്റെ അഹങ്കാരമോ എൻ്റെ നിഗളമോ എൻ്റെ വായിൽ നിന്ന് ചാടി വരുന്ന വാക്കുകളോ ഇതൊന്നും മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കരുത്. അതാണ് ക്രിസ്തുയേശുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപ സ്വഭാവത്തെ അറിഞ്ഞ് അതിനെതിരെ ഒരു മനസ്സ് നിങ്ങൾ വയ്ക്കും. അതിനെതിരെ നിങ്ങളിൽ തന്നെയുള്ളതായ നിങ്ങളുടെ ബോധത്തെ വളർത്തിക്കൊണ്ടുവരും. രണ്ടാമത്, ക്രിസ്തുയേശുവിനുള്ളവരാണെങ്കിൽ രണ്ടാമത് എന്താണ്? നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കും. അവരെയും ഈ ക്രിസ്തുവിനോട് ചേർത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ താല്പര്യമുള്ളവരായിരിക്കും. ഞാൻ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലെ മിഷണറിമാരായിത്തീരണം. നിങ്ങളുടെ ഭവനങ്ങളിലെ മിഷണറിമാരായിത്തീരണം. നിങ്ങളുടെ ഭവനങ്ങളിലെ തടസ്സക്കല്ലാകരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാകണം. ഞാൻ ഓർക്കുന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ കുറ്റം പറയുന്നവനായിരുന്നു. ഞാൻ മുതിർന്നു വന്നപ്പോൾ എൻ്റെ അപ്പനിലൊക്കെ പല കുറ്റങ്ങളും ഞാൻ കണ്ടു. ഞാനതെല്ലാം പറയുന്നവനായിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷവും ഇന്ന് ഞാൻ വേദനയോടെ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ കുറ്റം ഞാൻ പറയുമായിരുന്നു. അനേകർ സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
എനിക്ക് സങ്കടം വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷവും എൻ്റെ അപ്പൻ്റെ കുറ്റം പറയുമായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് പാടില്ല. ഞാൻ നിർത്തി. അപ്പൻ്റെ കുറ്റം പറച്ചിൽ ഞാൻ നിർത്തി. അപ്പനെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പൻ മാനസാന്തരപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഫലമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ജഡത്തിൻ്റെ പ്രവൃത്തി, ജഡസ്വഭാവം എന്ന് പറയുന്നത്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ഒരു സ്വഭാവം ഞാൻ പറയാം. ജഡത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എവറിത്തിങ് ഫോർ ദ ബെസ്റ്റ്, എന്തായാലും വേണ്ടില്ല, എല്ലാം അവസാനം ഭംഗിയായി തീരുമെന്നുള്ളതായ വെറുതെ ഒരു വൃഥാവിശ്വാസം. പ്രദേശ മോക്ഷയാത്രയിൽ ജോൺ ബനേം പറയും ജഡത്തിൻ്റെ സ്വഭാവം എന്താണെന്ന്. എന്ന് വെച്ചാൽ വഴി തെറ്റിപ്പോകുന്നവനും വഴി മാറിപ്പോകുന്നവനും സ്വന്തം വഴിയെ നടക്കുന്നവനും ഒരു ചിന്തയുണ്ട്, എല്ലാ ഭംഗിയായി തീരും, ഞാൻ ദൈവരാജ്യത്തിലെത്തും, എല്ലാ കാര്യവും ഭംഗിയായി തീരുമെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം അങ്ങനെയൊന്നും ഭംഗിയായി തീരുകയില്ല. നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് തീരാത്ത വേദനകളുണ്ട്, ഐക്യക്കുറവുകളുണ്ട്, ഭിന്നതയുണ്ട്. ഇതൊക്കെ കുറേ നാളിങ്ങനെ കൂട്ടായ്മയ്ക്ക് വന്നാലോ കുറേ നാളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴോ തനിയെ ശരിയാകുമെന്ന് നിങ്ങൾ ധരിക്കരുത്. അത് ജഡത്തിൻ്റെ സ്വഭാവമാണ്. എന്നാൽ നിങ്ങൾ ധരിക്കേണ്ട എന്താണ്? നിങ്ങൾ ശരിയായ സമർപ്പണം എടുക്കണം, നിങ്ങൾ ശരിയായ തീരുമാനമെടുക്കണം, നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കാൻ തുടങ്ങണം. അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ക്രൂശിക്കപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്. അപ്പോസ്തലൻ 3 സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിക്കണം, ക്രൂശിക്കണം, ക്രൂശിക്കണമെന്ന്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചു നോക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ അന്ന് റോമൻ സർക്കാർ ഒരാളെ നീക്കിക്കളയണമെന്ന് വെച്ചാൽ അവനെ ക്രൂശിച്ച് കളയും. ഒരാളെ രാജ്യത്ത് നിന്ന് കളയണമെങ്കിൽ അവനെ ക്രൂശിക്കും. നാമും അതുപോലെ നമ്മുടെ ഒരു സ്വഭാവത്തെ മാറ്റിക്കളയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആ സ്വഭാവത്തെ ക്രൂശിക്കണം. നാം അതിന് മനസ്സുള്ളവരായിട്ട് തീരുകയാണ് വേണ്ടത്. നാം ആദാമിൻ്റെ മക്കളായി ജനിച്ചപ്പോൾ തന്നെ നമുക്കൊരു റിബല്യസ് മൈൻഡുണ്ട്, ഒരു എതിർക്കുന്ന മനോഭാവമുണ്ട്. എന്തിനേയും എതിർക്കുക, ഏതിനേയും കയറി ചോദ്യം ചെയ്യുക, ഒന്നും അംഗീകരിക്കാതിരിക്കുക, അങ്ങനെയൊരു മനസ്സ് നമുക്കെല്ലാം ഉണ്ട്. ആ സ്വഭാവങ്ങളൊക്കെയാണ് നാം ക്രൂശിക്കണം. നാം കർത്താവിനോട് അപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം, എൻ്റെ സ്വഭാവം മാറ്റിത്തരണം, എൻ്റെ കോപം മാറ്റിത്തരണം, എൻ്റെ പിടിവാശി മാറ്റിത്തരണം, എൻ്റെ ശാഠ്യ സ്വഭാവം മാറ്റിത്തരണം. ദൈവമക്കളെ, ഇത് നാം പ്രാർത്ഥിക്കണം. അതാണ് ക്രൂശീകരണം എന്ന് പറയുന്നത്. ക്രിസ്തുവിനോട് ഇതിനു വേണ്ടി നാം ശാഠ്യം പിടിക്കണം. കർത്താവേ, എൻ്റെ ഈ സ്വഭാവം മാറ്റിത്തരണം, എൻ്റെ ഈ പ്രകൃതം മാറ്റിത്തരണം. വീണ്ടും നാം വായിക്കുന്നു ഗലാത്യർ 2:20. എന്താണ് നാം വായിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ഇനി ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ല പ്രാഗൽഭ്യമാണ് പൗലോസ് അപ്പോസ്തലന്. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഈ പണ്ഡിതനായ ഞാൻ, ഈ പ്രഗത്ഭനായ ഞാൻ, ഈ സഭാപണ്ഡിതനായ ഞാൻ, ഈ സഭയുടെ പ്രമാണിയായ ഞാൻ, ഈ സുവിശേഷത്തിൻ്റെ അഗ്രഗണ്യനായ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് അപ്പോസ്തലന് പറയാനുള്ളത്. ഈ വചനം പറയുന്ന എനിക്കത് പറയാനുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ പറയാനുണ്ടോ? വീട് നടത്തുന്ന, വീട് ഭരിക്കുന്ന നിങ്ങൾക്ക് പറയാനുണ്ടോ? ഭർത്താവായിരിക്കുന്ന നിനക്ക് പറയാനുണ്ടോ? ദൈവമക്കളെ പറയും, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ സ്വയം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ അഹങ്കാരം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ തന്നിഷ്ടം ഞാൻ ക്രൂശിച്ചിരിക്കുന്നു, എൻ്റെ നിഗളം ഞാൻ ക്രൂശിച്ചിരിക്കുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതിനുള്ള പ്രാഗൽഭ്യം വേണം. അതാണ് സുവിശേഷം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നാം ക്രൂശിക്കപ്പെടണം, നാം ക്രിസ്തുവിലേക്ക് വരണം. നാം മറ്റുള്ളവർക്ക് വേണ്ടി, കുരിശാണ് നമ്മുടെ അടയാളം, വാളല്ല. ദൈവമക്കളെ, നമ്മുടെ അടയാളം ക്രൂശാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള സന്മനസ്സാണ് ക്രൂശ് എന്ന് പറയുന്നത്. ഭർത്താവിന് വേണ്ടി ഭാര്യ, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ്, മാതാപിതാക്കന്മാർക്ക് വേണ്ടി മക്കൾ, സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങൾ. നാം ഒരു മനസ്സോടെ കൂട്ടായ്മ കൂടുന്നു. നമ്മുടെ ആത്മീയ സഹോദരങ്ങൾക്ക് വേണ്ടി,
ദൈവമക്കളെ, നമുക്ക് ക്രൂശിക്കപ്പെടാം. അതിനുള്ള മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വയത്തെ താഴ്ത്താം, നമ്മുടെ അഹങ്കാരത്തെ ഉപേക്ഷിക്കാം, നമ്മുടെ തന്നിഷ്ടത്തോട് യാത്ര പറയാം. കർത്താവെ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ക്രൂശിക്കപ്പെടുന്നു, ഞാൻ വിട്ടുകൊടുക്കുന്നു, ഞാൻ പിടിവാശി വിടുന്നു, ഞാൻ ശാഠ്യം വിടുന്നു, ഞാൻ ക്രൂശിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ നല്ല ദിവസം തന്ന കർത്താവിനെ നമുക്ക് വാഴ്ത്താം. യേശുവേ, നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, നീ ഞങ്ങളുടെ ഇടയിലുണ്ടല്ലോ, നീ ഞങ്ങളെ തൊടുന്നുണ്ടല്ലോ. ഈ വചനം ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ, കുടുംബങ്ങളിൽ പ്രവർത്തിക്കണമേ, സമാധാനം വരുത്തണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ.